ഹലോ, അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ദാരിപുസ്തകല്ലേ? അതെ. ഞാനിത് കരുനാപ്പള്ളിന്ന് വിളിക്കുക. ഇതുപോലെ നമ്മള് ഈ ഫേസ്ബുക്കിനകത്ത് ഇപ്പൊ മൗലവിയെ സംബന്ധിച്ച് ഇങ്ങനെ ഈ നാരിയ സലാത്തില് ശിർക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അതിനകത്ത് എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ? ഒരാളെന്നെ വിളിച്ചു, നാരിയ സലാത്തിനെ സംബന്ധിച്ച് ചോദിച്ചു എന്താണ് അഭിപ്രായം. അപ്പൊ ഞാൻ പറഞ്ഞു, ഇന്നിപ്പോ ഈ സുന്നികളിലൊക്കെ നടക്കുന്ന ആ രീതി അത് ബിദ്അത്താണ്. കാരണം അവര് ചെല്ലുന്നത് ദുനിയാവിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായ സ്വലാത്തില്ല എന്ന വിശ്വാസത്തിലാണ്. അതിന് പ്രത്യേകം കൂലി നിശ്ചയിക്കുക, പ്രത്യേകം ശ്രേഷ്ഠത നിശ്ചയിക്കുക. അല്ല, ഈ മൗലവിയെ ചോദിച്ചു നമ്മളിപ്പോ അതൊക്കെ ഞാൻ പറയട്ടെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരുമ്പോ ആ സ്വലാത്ത് അത് ബിദ്അത്താണെന്ന് പറഞ്ഞു. അല്ല, അത് ശിർക്ക് അല്ലെന്ന് മൗലവി അതാ പറഞ്ഞു വരട്ടെ. അപ്പൊ ചോദിച്ചു, പിന്നെ ഇങ്ങനെ ഒന്നും ചെല്ലുന്നില്ലെങ്കിലോ, വിചാരിക്കുന്നില്ല, വെറും ഒരു സ്വലാത്ത് നിലക്കാണെങ്കിലോ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ചെല്ലുകയാണെങ്കിൽ അത് പിന്നെ ബിദ്അത്തൊന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചെല്ലുന്ന സ്വലാത്തൊക്കെ അത് ഹദീസിൽ വന്നത് ആണോ ഇല്ലയോ എന്ന് നോക്കിയിട്ടല്ല. അള്ളാഹു ഖുർആനിൽ സ്വലാത്ത് ചെല്ലാൻ പറഞ്ഞു. നമ്മളെല്ലാവരും ഓരോരുത്തരും ഓരോ തരത്തിൽ സ്വലാത്ത് ചെല്ലണം. അല്ല, അത് നമ്മുടെ പിന്നെ ഈ നേരത്തെ പോലെ നമ്മൾ ഈ നാരിയ സലാത്തിനെ സംബന്ധിച്ച് ഹുസൈൻ സലഫിയുടെ ഒക്കെ ഒരുപാട് നമ്മുടെ പ്രഭാഷണങ്ങളുള്ള നാരിയ സലാത്ത് ശിർക്കാണ് എന്നാണ് നമ്മൾ പണ്ടുപോലെ പറയുന്നത്. ഈ നാരിയ സലാത്ത് ശിർക്കാണെന്ന് തന്നെ ഹുസൈൻ സലഫി പറയാറുണ്ടോ? ഹുസൈൻ സലഫി പിന്നെ നരകത്തിലേക്കുള്ള നാറിലേക്കുള്ള സലാത്ത് എന്നാ പറയുന്നത്. അത് ബിദ്അത്താണെന്നുള്ള അർത്ഥത്തിലല്ലേ? ബിദ്അത്താണെന്നല്ല, അത് ശിർക്കാണ്. കാലത്താണെങ്കിലും ശിർക്കല്ലേ അന്നേരം അത് ശിർക്ക്. ഞാൻ പറഞ്ഞത് അതിൽ ശിർക്ക് കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. ആരെങ്കിലും അതിൽ ശിർക്ക് ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ മറുപടി. അതാണ് ഫേസ്ബുക്ക് മറ്റേ വന്നിരിക്കുന്നത്. അല്ല, അതാ ഞാൻ ചോദിച്ചത്. അപ്പം മൗലവിക്ക് അത് ഇതുവരെ അത് ശിർക്കാണെന്ന് മനസ്സിലായിട്ടില്ല അന്നേരം? മനസ്സിലായിട്ടില്ല. കാരണം വലിയൊരു വിവാദമാണ് ഇങ്ങനെ ഉണ്ടാവുന്നത്. അതാ ചോദിച്ചു. മൗലവി അന്നേരം അത് ശിർക്കാണെന്ന് പറയത്തില്ല. അത് സംഭവം ശരിയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴും ഞാൻ പറയാൻ തയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ അള്ളാഹുന്റെ റസൂലിനോട് പ്രാർത്ഥനയില്ല. അള്ളാഹിനോടാണ് പിന്നെ റസൂലിനോട് പ്രാർത്ഥനയില്ല. അത് ശരി. ഇല്ല. നമ്മൾ തുടങ്ങുന്നത് തന്നെ മാറുന്നത് അങ്ങനെ ഉണ്ടല്ലോ, ദുരിതങ്ങൾ മാറുന്നത്. ദുരിതങ്ങൾ മാറുന്നത് നബി മുഖേനയാണ്. നബി മുഖേന എന്ന് പറയുമ്പോ അവിടെ ഒരു മധ്യസ്ഥം വരുന്നില്ലേ? നബി മുഖേനയല്ലേ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖേനയാണോ നമ്മുടെ ദുരിതങ്ങളൊക്കെ യഥാർത്ഥത്തിൽ മാറുന്നത്? പിന്നെ അള്ളാഹുന്റെ റസൂലിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു, നബി എനിക്ക് കടം കൊണ്ട് നിവൃത്തിയില്ല. നബി ജീവിച്ചിരിക്കുമ്പോഴേ അത് നബി മരിച്ചുപോയ നബിയുടെ കാര്യമില്ല. മരിച്ചുപോയ നബി ആ പ്രാർത്ഥന നമ്മൾ ഇപ്പൊ സ്വീകരിച്ചാലും നബി മുഖേന പറഞ്ഞു പഠിപ്പിച്ച ദ്വായല്ലേത്? അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ നമ്മൾ ആ ദ്വാ ഇപ്പൊ നമ്മൾ ദ്വാ ചെയ്തു. ഞാൻ യഥാർത്ഥത്തില് ഞാൻ ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബിയോട് ഒരാൾ എന്നിട്ട് മഴ പെയ്യിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അത് ഓക്കെ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരമാണ് മഴ പെയ്യുന്നത് ഇങ്ങോട്ട് പറയും. നമ്മൾ ഇപ്പോഴും അത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാല് അത് യഥാർത്ഥ അത് നബിയുടെ മദ്ഹാണ്. നബിയുടെ മദ്ഹാണ് ആ പറയുന്നത്. അതായത് എങ്ങനെയുള്ള മുഹമ്മദ് നബിയാണ് ആ നബി മുഖേന ജീവിതത്തിന്റെ കെട്ടിക്കൊടുക്കുകൾ അഴിയുന്നതാണ്. ജീവിതത്തിന്റെ അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഹുസൈൻ സലഫി പറയുന്നത് ചെറുക്കാണെന്ന്. മനസ്സിലാക്ക്. ഞാൻ മനസ്സിലാക്കിയിട്ട് കേട്ടിട്ട് പറ. അപ്പോ എങ്ങനെയുള്ള നബിയാണ്? നബിയുടെ മദ്ഹാണ്. എങ്ങനെയുള്ള നബിയാണ്? അതായത് ആദ്യമേ തന്നെ പറയുന്നത്, അള്ളാഹുവേ ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൂർണ്ണമായ സലാത്തും സലാമും ചെയ്യണം. അങ്ങനെയാണെങ്കിലേ മൗലവി, ഞാൻ അങ്ങനെയാക്കി ഇപ്പൊ ഈ ചിലവര് ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഇടനേടുമല്ലോ. ഇടനേടും. അത് എങ്ങനെയാ പറയുന്നത്? അത് ദാത്തുകൊണ്ടാ. അത് ദാത്തുകൊണ്ടുള്ള തേട്ടാണ്. അതായത് പ്രവാചകന്റെ ദാത്തുകൊണ്ടാണ് അള്ളാഹിനോട് ചോദിക്കുന്നത്. ഇവിടെ അതൊന്നും പറയുന്നില്ല. ഇത് ഇവിടെ ഇട തേടുന്നേ ഇല്ല. അത് ശരിയാണ്. കാര്യം ചെയ്യണം മൗലവി. നമുക്ക് അത്യാവശ്യമായിട്ട് മൗലവി അത്യാവശ്യമായിട്ട് മുജാഹിദ് പ്രസ്ഥാനത്ത് നമുക്കൊരു പുസ്തകം ഇറക്കണം. നാരിയ സലാത്ത് ചെറുക്കാർ. ഞങ്ങളെ പോലുള്ള ആൾക്കാരൊക്കെ പണ്ട് പോലെ ഞങ്ങളുടെ പണ്ഡിതന്മാര്, അതായത് വർഷങ്ങളോട് ഉമർ മൗലവിയുടെ മുതൽ നമ്മൾ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു. ഉമർ മൗലവിയുടെ കാലം മുതല് ഞങ്ങള് ഉമർ മൗലവിയുടെ പ്രഭാഷണം മുതൽ കേൾക്കുന്ന കാലം മുതൽ മുജാഹിദ് ആൾക്കാരെ ഞങ്ങളൊക്കെ ഞങ്ങൾ അന്ന് മുതൽ ഇത് മനസ്സിലാക്കി. ഞങ്ങളുടെ പണ്ഡിതന്മാർ ഞങ്ങളെ പഠിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാരിയ സലാത്ത് ശിർക്കാണെന്നാണ് പഠിപ്പിച്ചത്. ഇപ്പോഴും അതേ അഭിപ്രായം തന്നെയാണ് ഹുസൈൻ സലഫിയെ പോലുള്ള എല്ലാ പണ്ഡിതന്മാർക്കും ഉള്ളത്. അപ്പൊ മൗലവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൗലവി ആ വിഷയത്തിൽ ഒരു ബുക്ക് തന്നെ ഇറക്കണം. അവരെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം അത്യാവശ്യമായിട്ട്. ഇൻഷാ അല്ലാഹ് അത് ഞാൻ തയ്യാറാണ്. എന്താ പറയാ, നമുക്ക് ഈ വിഷയത്തിലൊരു വാദപ്രതിവാദം നമുക്ക് സംഘടിപ്പിച്ചാലും മൗലവി എന്താ പറയാ, തമാശ പറഞ്ഞല്ല.
നമുക്കെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വിഷയം അത്യാവശ്യം ഞങ്ങൾ ആകെപ്പാട് ഇടങ്ങേറായിരിക്കും അപ്പൊ ഈ വിഷയത്തില്. അത് കാരണം നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഹുസൈൻ സലഫിയെ പോലുള്ള പണ്ഡിതന്മാർ, നമുക്ക് ഫൈസൽ മുസ്ലിയാർ, ഹുസൈൻ സലഫി അല്ലെങ്കിൽ അതുപോലുള്ള പണ്ഡിതൻ, ഇതൊരു ചർച്ച, നമുക്ക് വാദപ്രതിവാദമായിട്ട് വേണ്ട. ഇത് ജനങ്ങളൊന്നും അറിയണമല്ലോ. ഇപ്പൊ സാധാരണക്കാരായ ഞങ്ങളിപ്പോ മൗലവിയോട് ചോദിച്ചാൽ മൗലവി ഇത് പറയും. അവരോട് ചോദിച്ചാൽ പറയാം അത് ശുദ്ധമായ ചെറുക്ക, അത് ആര് പറഞ്ഞാലും നമുക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ പറയുന്നത്. ഒരു കാര്യം ചെയ്യാം, നമ്മളെ പല ആൾക്കാരുമായിട്ട് സംസാരിക്കും. നമുക്ക് ഒരു ചർച്ചയ്ക്കുള്ള ഒരു മാർഗം ഒപ്പിക്കട്ടെ. അതൊന്ന് മൗലവി ഒന്ന് തയ്യാറാവാന്. അതായത് ബൈലക്സിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ബൈലക്സ് വേണ്ട മൗലവി, നമുക്ക് വീഡിയോ വെച്ച് നമുക്ക് സുന്ദരമായ രീതിയിൽ നമുക്ക് ഈ നാരിയ സലാത്ത് ശിർക്കാണോ അല്ലേ നമുക്കതൊന്ന് സംസാരിക്കാം. പൈസ മുടക്കിക്കോളാം. എന്റെ സ്ഥിതി അറിയില്ലേ? അല്ല ഉസ്താദെ, നമ്മൾ തമ്മിൽ ഒരു കാര്യം, നമ്മൾ സുന്നികളുമായി വാദപ്രതിവാദം നടത്തുന്ന രീതി അല്ലല്ലോ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ. നമ്മൾ സംസാരിക്കുമ്പോൾ ഹക്ക് മനസ്സിലാവാൻ വേണ്ടിയാ. എന്റെ സ്ഥിതി അറിയില്ല. ഞാനിപ്പോ 2-3 വർഷമായി പൊതുരംഗത്തിറങ്ങിയിട്ട്. എന്താ കാരണം എന്നറിയോ? ഞാനിപ്പോ ട്രീറ്റ്മെന്റിലാണ്. എനിക്ക് ഹാർട്ട് ബ്ലോക്കാണ്. അത് മനസ്സിലാവും. അള്ളാഹുത്താല ശിഫ നൽകട്ടെ. തീർച്ചയായിട്ടും മറിച്ച് ദീർഘായുസ്സും ആരോഗ്യം ഒക്കെ റബ്ബ് തരട്ടെ. അത് നമുക്ക് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വിവാദം തന്നെയാണ് മൗലവി. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാർ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുക. ലബ്ബാദാരിമി എന്ന് പറയുന്നത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനപ്പം. അപ്പോൾ മൗലവി നമുക്ക് ചെയ്യേണ്ട വേറെ ഒന്നുമില്ല. നമുക്കൊരു വാദപ്രതിവാദം അല്ലാതെ മൗലവിയെ ടെൻഷൻ അടിപ്പിക്കുന്ന അങ്ങനെയുള്ള പ്രസംഗങ്ങളും നമുക്ക് വേണ്ട. 2 പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്താൽ സാധാരണക്കാരായ ആൾക്കാർ ഈ വിഷയം മനസ്സിലാക്കും. അതുകൊണ്ട് മോന് കുഴപ്പമില്ല, ചർച്ച ചെയ്യണേ നമുക്ക് ചർച്ച ചെയ്യാം. ഇൻഷാല്ലാ നമുക്ക് വീഡിയോ ക്യാമറ വെച്ചാണ്ട് വേണം, നമുക്ക് ജനങ്ങളെ കാണിക്കണം. ഞങ്ങൾ അങ്ങനെയാണെങ്കിൽ അതിനുള്ളൊരു മാർഗം ഒപ്പിക്കാം. ആദ്യമായിട്ടൊരു കാര്യം ചെയ്യേ, ആദ്യമായിട്ട് ഈ വിഷയമായി ഫൈസൽ മുസ്ലിയാരോ അല്ലെങ്കിൽ ഹുസൈൻ സലഫിയൊക്കെ ആയിട്ട് വിളിച്ച് സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചിട്ട് എന്താന്നുള്ളതെന്ന് അറിയും. ഇൻഷാല്ലാ നമുക്ക് അതിന്റെ വാദപ്രതിജ്ഞ അവരെ ഇപ്പൊ തിരിച്ചു വിളിക്കാം. ഇൻഷാല്ലാ ഞാൻ അവരെ ഒന്ന് വിളിക്കാം. ഇൻഷാല്ലാ അറിയാതെ തിരിച്ചു വിളിക്കാം. ഇൻഷാല്ലാ. എന്റെ വീട്ടിലല്ലേ? അൽഹംദുലില്ലാ വീട്ടിൽ തന്നെയാണ്. ഉച്ചമയക്കൊന്നുമില്ലേ? ഉച്ചമയക്കൊന്നുമില്ലേ? നമ്മള് ഉച്ചമയക്കത്തിന്റെ ആളല്ല. അത് ശരി. നിങ്ങള് രാത്രി മയക്കത്തിന്റെ ആളല്ലേ? ഏതായാലും ഇരിക്കട്ടെ. അല്ല ഞങ്ങൾ രാത്രി ഞാൻ പോറില്ല. നേരം വെക്കുന്നവരെ കുത്തുദിവസം നമുക്കില്ല. അല്ല ലബാമലി, ഞാനിപ്പോ നിങ്ങൾ ഉറങ്ങുന്നതിനെ സംബന്ധിച്ചൊരു ചർച്ച ചെയ്യാൻ ഇപ്പൊ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ഈ ചർച്ച ചെയ്യാൻ മാത്രമുള്ള വിഷയങ്ങൾ ഇപ്പം മുമ്പിലുണ്ട്. ഞാനിപ്പോ നിങ്ങൾ ആദ്യം എനിക്ക് പറയാനുള്ള വളരെ വിനീതമായി നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, നിങ്ങൾ റേഡിയോ ആവരുത്. ഞാൻ നിങ്ങൾ നിർത്താനാമത്തെ ചോദ്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചു തരാത്ത ഒരു കാര്യം നമ്മൾ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് ബിദ്അത്താകുമോ എന്നാണ് എന്റെ ചോദ്യം. ആ ചോദ്യത്തിന് മറുപടി എന്താണ് ബിദ്അത്ത് എന്നുള്ളതിന്റെ മറുപടി നിങ്ങൾ ആദ്യം പറഞ്ഞുതരാം. ബിദ്അത്ത് എന്ന് പറയുന്നത് 2 തരമുണ്ട്. പറ. ശറഇയായ ബിദ്അത്തുണ്ട്, ലുഗവിയായ ബിദ്അത്തുണ്ട്. പറ. ശറഇയായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനായി പഠിപ്പിച്ച കാര്യങ്ങൾ പുതിയ കാര്യങ്ങൾക്ക് പകരമായി അതിന് സമാനമായി വേറെ ഉണ്ടാക്കി തീർക്കുക. ലുഗവിയായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അഥവാ ഭാഷാപരമായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഭൗതികമായ കാര്യങ്ങൾ, ആ ഭൗതികമായ കാര്യങ്ങൾ നമ്മളുടെ സൗകര്യം അനുസരിച്ച് ഞാൻ സ്വല്പം നടന്നു കയറി വന്നതാ. നീ റിലാക്സ് എടുത്ത് മെല്ലെ പറഞ്ഞാൽ മതി. എനിക്ക് തിരക്കില്ല, ഞാൻ സമാധാനത്തിൽ കിട്ടും. നമ്മൾ ശാന്തം ഭൗതികമായ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, അത് മതത്തിന് വേണ്ടിയാണെങ്കിൽ പോലും നമുക്ക് സഹായകരമായ നിലക്ക് ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങളാണ് ലഹരിയായ വിദേശക. അതിന് വിദേശത്ത് പറയും. അല്ല വേണ്ട, ഞാനിപ്പോ ചോദ്യം കുറച്ചുകൂടി എളുപ്പമാക്കാം. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമിലത്തൻ വസല്ലിം സലാമൻ താമൻ എന്ന് തുടങ്ങുന്ന നാരിയത്ത് സ്വലാത്ത് ഉണ്ടല്ലോ, ഈ നാരിയത്ത് സ്വലാത്ത് ബിദ്അത്താണോ അല്ലെങ്കിൽ അത് ചൊല്ലിയ കൂലി കിട്ടുമോ? എന്താണ് അതിന്റെ വിഷയം? നാരിയത്ത് സ്വലാത്ത് ബിദ്അത്താണോ എന്ന് ചോദിച്ചാൽ, നാരിയത്ത് സ്വലാത്തിനെ സംബന്ധിച്ച്
ഇന്ന് നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകളെ വിശ്വസിക്കുന്നത് സലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് നാരിയത്ത് സലാത്താണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയുള്ളൊരു വിശ്വാസമൊന്നുമില്ല. ഒരുപാട് സ്വലാത്തുകൾ, പ്രാധാന്യമുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരു സ്വലാത്താണ് നേരത്തെ നേരെ പറഞ്ഞു വന്ന പല സലാത്തുകളെയും അവഗണിച്ചുകൊണ്ട് എന്റെ ഉണ്ടാക്കുന്ന സലാത്തിന്റെ രൂപങ്ങളാണ് മറ്റു സലാത്തിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമെന്നും കൂടുതൽ പ്രാധാന്യമെന്നും വിവാദികൾ ഹാപ്പിയാക്കാൻ ഏറ്റവും നല്ലത് ഞാൻ അതിലേക്ക് ഒരു പണിയുണ്ട്. ഇനി ഏറ്റവും കൂലിയുള്ള സ്വലാത്ത് എന്നുള്ള വിശ്വാസമില്ല, പിന്നെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്വലാത്ത് എന്നുള്ള വിശ്വാസമില്ല. ഈ വിശ്വാസമൊന്നും ഇല്ലാതെ സാധാരണ സ്വലാത്ത് എന്നുള്ള നിലയ്ക്ക് ഇത് ചൊല്ലാൻ പറ്റുമോ? അത് ചെല്ലുന്നതിന് ഒരു തകരാറില്ല. എനിക്ക് മറ്റുള്ളവരെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല. മുജാഹിദുകളുടെ നിലപാട് എന്താണോ ഏതാണോ എന്ന് എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ സ്വലാത്തും നാരിയയിൽ ചിലതൊക്കെ ചെറുക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് ചെറുക്ക് എവിടെയാണ് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ പോലും നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ സഭാത്തിനെ സംബന്ധിച്ച് മറ്റ് ഇതൊക്കെ ഉള്ള കാര്യങ്ങളാണ് പറയാമോ? ഞാൻ സത്യത്തിൽ AK-47 പീരങ്കിയായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഇപ്പൊ ഒന്ന് വിളിച്ചത്. പക്ഷെ ഞാനൊരു എന്താ പറയേണ്ട ഒരു ഗാലക്സിയുടെ ചോക്ലേറ്റ് നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുകയാണ്. കാരണം നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഏതായാലും ഇനി നമ്മൾ എന്താണ് അല്ല ഞാൻ നിങ്ങളായിട്ടൊരു ചുരുക്കി പറഞ്ഞ ഒരു 30-35 മിനിറ്റുള്ള സംസാരത്തിനുള്ള മിസൈലുകളുമായിട്ടാണ് ഞാനിപ്പോ ഫോൺ വിളിച്ചത്. പക്ഷെ നിങ്ങൾ അൽഹംദുലില്ലാഹ് അള്ളാന്റെ ദീനീപരമായ ഒരു ഹക്ക് നിങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മൾ ഉദാഹരണമില്ല. അപ്പൊ പരമാവധി അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കുകയല്ല. അപ്പൊ നല്ല നിലയ്ക്ക് ഈ വിഷയം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. അതിൽ ശരിക്കില്ല. അതിൽ വിശദീകരിച്ച് തന്നാൽ എനിക്ക് ബോധ്യപ്പെട്ടാൽ അംഗീകരിക്കാൻ തയ്യാറുമാണ്. എന്റെ കണ്ടെത്തലിൽ അതിൽ തെറ്റ് ഞാൻ കാണുന്നില്ല. കാരണം എല്ലാത്തിന് ശേഷമുള്ള ഞാനതിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ എത്ര വയസ്സായി? ബുദ്ധിമുട്ടില്ല പറഞ്ഞത് എല്ലാപ്പോലും ഈ ഇപ്പൊ എത്ര വയസ്സായി? അല്ല, എനിക്ക് 56 വയസ്സായി. ഇപ്പൊ 56 വയസ്സിനുള്ളിൽ നിങ്ങൾ കണ്ടെത്താത്തൊരു ശരിക്ക് ഇനിയിപ്പോ 57-ാമത്തെ വയസ്സിലാരും കൊണ്ടുതരുന്നില്ല. നിങ്ങൾ പേടിക്കണ്ട. അതുകൊണ്ട് നിങ്ങൾ ഇതുവരെ വിശിഷ്ട വിശ്വാസങ്ങൾ വെച്ചു പുലർത്തിക്കോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് ഇനിയും സന്മാർഗത്തിന്റെ വെളിച്ചം കൂടുതൽ തരാനുള്ള തൗഫീഖായിട്ട്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് ചില വിഷയത്തിൽ. നിങ്ങൾ സംഗതി ആള് സക്കരിയാന്റെ കൂടെ അടുത്ത് നടക്കുമെങ്കിലും നിങ്ങൾ സത്യം തുറന്നു പറഞ്ഞാൽ നിങ്ങളോട് എനിക്ക് അതിയായ താല്പര്യവും ഒക്കെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ മറച്ചു വെക്കുന്നില്ല. അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. സുന്നി പണ്ഡിതന്മാർ അറിയാവുന്ന കാര്യങ്ങളാണ്. അതെ. ഞാൻ പറഞ്ഞില്ല ഇത്തരം വിഷയങ്ങൾ ഞാൻ വിളിക്കുന്ന ഞാനായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ നേതാക്കന്മാരായിട്ട് എന്നെ സംസാരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ പറയാറുണ്ട്. നിങ്ങൾ ഈ വിഷയത്തിലൊക്കെ വളരെ മാന്യമായ നിലപാടാണ്. സംഗതിയും നമ്മളെ കേൾക്കുന്നുണ്ട്. എന്റെ വീടിന്റെ അടുത്ത് ഒരു ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇത് നടന്നവരാണ്. അതുകൊണ്ട് സെനത് ചോദിക്കേണ്ട നടന്നവരാണ്. അപ്പൊ ഇയാള് ഷംസുദ്ദീനെ അടുത്ത് നമ്മളെ അടുത്തുള്ള പള്ളിയിൽ വന്നിട്ട് ഉസ്താദിനോട് പറയും, ഉസ്താദ് നിങ്ങൾ ഞാൻ മുജാഹിദാന്ന് പറയും. മുജാഹിദാന്ന് ഇയാൾ പറയുമെങ്കിലും ഇയാൾ കൂട്ടുപ്രാർത്ഥനയിൽ പങ്കെടുക്കും, കുനൂത്തിൽ പങ്കെടുക്കും, അതുപോലെ തന്നെ തറാവിഹി നമസ്കരിക്കും, അതുപോലെ തന്നെ പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല എന്നുള്ള വാദമാണ്. പക്ഷെ സംഗതി മൂപ്പര് പറച്ചില് ഞാൻ മുജാഹിദാണെന്ന് പറയും. അതുപോലുള്ള ഒരു അവസ്ഥയാണിത്. ഏതായാലും ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ മുജാഹിദ് അല്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞു. ഞാൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലേക്ക് മടങ്ങി വന്നു എന്ന് പറയുന്ന ഒരു ദിവസം ഇൻഷാ അല്ലാഹ് ഞാൻ കാത്തിരിക്കും. അല്ലാഹു അതിനെ തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യുക.